ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതിൽ PSCയെ പറ്റിയും UPSCയെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളായ ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, SC/ST കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ ഭാഗം 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത്. ഭരണഘടനയിൽ പാർട്ട് 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ. 315 മുതൽ 323 വരെ എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നു? PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 14. ഓക്കെ, സാധാരണ പരീക്ഷയിൽ ചോദിക്കാറുള്ളത് PSCയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നാണ്. അപ്പോൾ ഉത്തരം 315 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 315. വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് UPSC ആണ്. വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് UPSC ആണ്. ഓക്കെ, 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1926 UPSC രൂപീകൃതമായത്. അപ്പോൾ UPSC രൂപീകൃതമാകാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ലോർഡ് ലീ കമ്മീഷൻ. ചോദിച്ചിട്ടുണ്ട്. ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1926 UPSC രൂപീകൃതമായത്. അപ്പോൾ UPSC രൂപീകൃതമായ വർഷം എന്നാണ് 1926 ആണ്. ഓക്കെ, ഇനി UPSCയുടെ ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കർ ആണ്. UPSCയിലെ ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കർ. ഇനി UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ, UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനിയാണ്. ഓക്കെ, UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനി. ഇനി UPSC അംഗമാകുന്ന, ചെയർമാൻ അല്ല, UPSCയിൽ അംഗമാകുന്ന ആദ്യ മലയാളി KG അടിയോടി. ചോദിച്ചിട്ടുണ്ട്. UPSCയിൽ അംഗമാകുന്ന ആദ്യ മലയാളിയാണ് KG അടിയോടി. ഒന്നുകൂടി നോക്കാം. UPSCയുടെ ആദ്യത്തെ ചെയർമാൻ സർ റോസ് ബാർക്കർ ആണ്. UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനി. UPSCയിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളിയാണ് KG അടിയോടി. ഓക്കെ, ഇനി UPSCയിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതേപോലെ UPSC ചെയർമാനെയും അംഗങ്ങളെയും ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഇനി UPSCയിൽ ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 11 ആണ്. ചെയർമാൻ ഉൾപ്പെടെ UPSCയിലെ അംഗസംഖ്യ 11 ആണ്. ഇനി കാലാവധി, UPSCയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഒന്നുകൂടി നോക്കാം. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ചെയർമാൻ ഉൾപ്പെടെ UPSCയിലെ അംഗസംഖ്യ എത്രയാണ്? 11 ആണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, ഇനി നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണിയാണ്. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി. എപ്പോഴും ചോദിക്കാറുണ്ട് UPSC ചെയർമാൻ. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. ഇനി UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്, ന്യൂഡൽഹിയാണ്. UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്, ന്യൂഡൽഹി. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി നോക്കാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണ്. UPSCയിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. എന്നാൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകരുത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും അതിനെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കല്ല, അത് പ്രസിഡന്റിനാണ്. ചോദിച്ചിട്ടുള്ളത് പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. ഓക്കെ, ഇനി കാലാവധി. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. UPSCയുടെ എത്രയായിരുന്നു? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇവിടെ കാലാവധി 6 വർഷം പക്ഷേ 62 വയസ്സ്. ഓക്കെ, ഇനി തിരുവിതാംകൂർ PSC രൂപീകൃതമായ വർഷം 1936 തിരുവിതാംകൂർ PSC രൂപീകൃതമായ വർഷം 1936
തിരുവിതാംകൂർ PSC പിന്നീട് കേരള PSC ആയിട്ട് മാറിയ വർഷം 1956 തിരുവിതാംകൂർ PSC രൂപീകൃതമായ വർഷം 1936. തിരുവിതാംകൂർ PSC കേരള PSC ആയിട്ട് മാറിയ വർഷം 1956 ഓക്കെ. ഇനി തിരുവിതാംകൂർ PSCയിലെ ആദ്യത്തെ ചെയർമാൻ GD നോക്സ് ആയിരുന്നു. തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? GD നോക്സ്. ഓക്കെ. ഇനി കേരള PSCയിലെ ആദ്യത്തെ ചെയർമാൻ, കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധൻ ചോദിച്ചിട്ടുണ്ട്. കേരള PSCയിലെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? VK വേലായുധൻ. ഇനി നിലവിലെ കേരള PSC ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം MR ബൈജു ആണ്. കേരള PSCയിലെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധൻ, നിലവിലെ കേരള PSC ചെയർമാൻ MR ബൈജു ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയിട്ടും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയിട്ടും PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.